നടൻ സിദ്ദിഖ് സുപ്രീം കോടതിയിൽ ഇന്നലെയാണ് മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയത്. ആ മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പ്രധാനമായും ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് WCCക്ക് നേരെയാണ്. WCCയും അമ്മയും തമ്മിലുള്ള തർക്കത്തിന്റെ ഇരയാണ് താനെന്നാണ് മുൻകൂർ ജാമ്യാപേക്ഷയിൽ സിദ്ദിഖ് പറയുന്നത്. അതേസമയം സിദ്ദിഖിനെ ഇതുവരെ കണ്ടെത്തുവാനായിട്ട് കേരള പോലീസിന് കഴിഞ്ഞിട്ടില്ല, പിടികൂടാൻ കഴിഞ്ഞിട്ടില്ല. മുൻകൂർ ജാമ്യാപേക്ഷ ഹൈക്കോടതി തള്ളി 3-ാം ദിവസവും സിദ്ദിഖ് ഒളിവിൽ തന്നെയാണ്. ഇനിയിപ്പോൾ സുപ്രീം കോടതിയിൽ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയ സ്ഥിതിക്ക് സിദ്ദിഖിനെ സുപ്രീം കോടതിയിൽ നിന്ന് ഒരു വിധി വരുന്നതുവരെ അറസ്റ്റ് ചെയ്യുവാൻ കേരള പോലീസ് തയ്യാറാകുമോ എന്നാണ് ഇനി അറിയേണ്ടതുള്ളത്. സാധാരണയായി കീഴ്വഴക്കം അനുസരിച്ച് അങ്ങനെ ഒരു അറസ്റ്റ് ഉണ്ടാകാറില്ല. സുപ്രീം കോടതി മിക്കവാറും തിങ്കളാഴ്ചയോടുകൂടി സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുവാനും സാധ്യതയുണ്ട്. ഡാനി പോൾ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ലൈംഗിക പീഡന പരാതിയിൽ മുൻകൂർ ജാമ്യം നിഷേധിച്ചതിനെ തുടർന്ന് ഒളിവിൽ പോയ നടൻ സിദ്ദിഖിനെ ഇപ്പോഴും പോലീസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. 3-ാം ദിവസത്തിലേക്ക് ഇത് കടന്നിരിക്കുന്നു. ഹൈക്കോടതി മുൻകൂർ ജാമ്യം നിഷേധിച്ചത് മുതൽ പോലീസ് സിദ്ദിഖിന് വേണ്ടിയുള്ള തെരച്ചിൽ തുടങ്ങിയെങ്കിലും ഇതുവരെയും സിദ്ദിഖിലേക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇത് വലിയ രീതിയിൽ പോലീസിൽ വിമർശനം ഉണ്ടാക്കുന്നുണ്ട്. കാരണം സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ട് എന്നുള്ളൊരു സൂചനകൾ ലഭിക്കുന്നു. സിദ്ദിഖിന്റെ മൊബൈൽ ഫോണുകൾ ഈ ഒളിവിൽ പോയ ശേഷം വീണ്ടും കഴിഞ്ഞ ദിവസങ്ങളിൽ സ്വിച്ച് ഓൺ ചെയ്തു. പക്ഷേ കൃത്യമായൊരു ടവർ ലൊക്കേഷനോ കാര്യങ്ങളോ കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല എന്ന് പറയുന്നു. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ പോലീസിന് വിമർശനം ഉയരുന്നുണ്ട്. സുപ്രീം കോടതിയിലേക്ക് സിദ്ദിഖിനെ സമീപിക്കാൻ വേണ്ടി അവസരം ഒരുക്കുകയായിരുന്നു എന്നുള്ളൊരു ആക്ഷേപവും ശക്തിപ്പെടുത്തുന്നുണ്ട്. ഹൈക്കോടതി മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുമ്പോൾ ആ സമയത്തെല്ലാം തന്നെ കൊച്ചിയിലുണ്ടായിരുന്നു നടൻ. പിന്നീടാണ് ഇവിടെ നിന്ന് ഈ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. പക്ഷേ ആ സമയം അത്രയും വലിയ രീതിയിലൊരു നിരീക്ഷണമോ ഒന്നും തന്നെ പോലീസ് ഏർപ്പെടുത്തിയിരുന്നില്ല. സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യണമെന്നോ കസ്റ്റഡിയിൽ എടുക്കണമെന്നോ പോലീസിന് ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ അതെല്ലാം തന്നെ നേരത്തെ ആകാമായിരുന്നു. എന്തുകൊണ്ട് നിരീക്ഷണം ഏർപ്പെടുത്തിയില്ല എന്നതടക്കമുള്ള വലിയ വിമർശനങ്ങൾ ഏതായാലും ഇതിനകം തന്നെ ശക്തമായിരിക്കുന്നു. ഇത് മായ്ക്കുവാൻ വേണ്ടിയാണ് പോലീസ് കഴിഞ്ഞ 2 ദിവസങ്ങളിലായി വലിയ രീതിയിൽ തെരച്ചിലടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നു എന്നതായി പറയുന്നത്. പക്ഷേ അതൊന്നും ഇതിലേക്ക് ഫലപ്രാപ്തിയിലേക്ക് എത്തുന്നില്ല. എന്തായാലും സിദ്ദിഖ് സുപ്രീം കോടതിയെ സമീപിച്ചിരിക്കുന്നു. സുപ്രീം കോടതിയിൽ സിദ്ദിഖിന്റെ ഹർജി ഇന്ന് തന്നെ അത് പരിഗണനയ്ക്ക് കൊണ്ടുവരാൻ വേണ്ടിയാണ് ശ്രമിക്കുന്നത്. മുതിർന്ന അഭിഭാഷക രഞ്ജിത റത്തോഗി വഴിയാണ് ഇതിൽ ഹർജി സമർപ്പിച്ചിരിക്കുന്നത്. മുകുൾ റത്തോഗിയായിരിക്കും സിദ്ദിഖിന് വേണ്ടി ഇവിടെ ഹാജരാകുന്നതെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതിൽ പ്രധാനമായും സിദ്ദിഖ് ഉയർത്തുന്ന ഒരു ആക്ഷേപങ്ങൾ ഇത് വ്യാജമായ ഒരു പരാതിയാണ്. ആദ്യഘട്ടത്തിൽ ഉയർന്ന പരാതിയിൽ ബലാത്സംഗമടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. പിന്നീടാണ് അത് ഉണ്ടായത്. പരാതി നൽകാൻ കാലതാമസമെടുത്തു. അങ്ങനെയുള്ള കാര്യങ്ങൾ ഇവിടെയും തന്നെയും സുപ്രീം കോടതിയിലും ഉയർത്തിക്കൊണ്ടുവരാനാണ് സിദ്ദിഖ് ശ്രമിക്കുന്നത്. അതേസമയം അതിജീവിത സുപ്രീം കോടതിയിൽ തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. സംസ്ഥാന സർക്കാരും തടസ്സ ഹർജി നൽകിയിട്ടുണ്ട്. തങ്ങളെ കേൾക്കാതെ ഇക്കാര്യത്തിൽ ഒരു തീർപ്പ് കൽപ്പിക്കരുത് എന്നതാണ് ഇവർ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തായാലും ഈ ഒരു വാദപ്രതിവാദങ്ങൾ സിദ്ദിഖിനെ എത്ര കണ്ട ഗുണം ചെയ്യുമെന്നതാണ്. പ്രത്യേകിച്ച് സിദ്ദിഖ് ഇപ്പോൾ ഉയർത്തുന്ന കാര്യങ്ങൾ സിനിമാ സംഘടനകൾക്കിടയിലെ തർക്കമാണ്. WCCയുമായി ബന്ധപ്പെട്ടുണ്ടായ തർക്കമാണ്. താൻ അതിന്റെ ഒരു ഇരയായി മാറുകയായിരുന്നു എന്നെല്ലാമാണ് സിദ്ദിഖ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും അത്തരം കാര്യങ്ങളിൽ കൂടുതൽ ഒരു വാദങ്ങൾ ഒരുപക്ഷെ നടന്നേക്കാം. അതോടൊപ്പം തന്നെയാണ് സിദ്ദിഖ് കഴിഞ്ഞ ദിവസങ്ങളിലായി പറഞ്ഞ കാര്യങ്ങളിൽ വളരെ കർശനമായ ഒരു നിലപാടായിരുന്നു ഹൈക്കോടതി സ്വീകരിച്ചത്. ഇപ്പോൾ പറഞ്ഞ കാര്യങ്ങൾക്കെല്ലാം തന്നെ പരാതി വൈകുന്നു, അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ നിശിതമായ വിമർശനം ഹൈക്കോടതിയിൽ നിന്ന് സിദ്ദിഖിനെ ഏൽക്കേണ്ടി വരികയും ചെയ്തിരുന്നു. അപ്പോൾ അത്തരം വാദമുഖങ്ങളെല്ലാം സുപ്രീം കോടതിയിലും ചർച്ചയായേക്കാം. എന്തായാലും സുപ്രീം കോടതിയിൽ സിദ്ദിഖിന് വളരെ നിർണായകം തന്നെയാണ്. സുപ്രീം കോടതി കൂടി ഈ ജാമ്യാപേക്ഷ തള്ളുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നാൽ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ എത്തുക എന്നതല്ലാതെ മറ്റു വഴികൾ സിദ്ദിഖിന് മുന്നിലില്ല. സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ സുപ്രീം കോടതിയിൽ നൽകിയതിൽ പ്രധാനമായും പറയുന്നത് സിനിമാ സംഘടനകൾക്കിടയിലുള്ള തർക്കത്തിന്റെ ഇരയായി താൻ മാറുകയാണ് എന്നാണ്.